ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ SSLC ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. 2025 നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന 2026 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലെ വ്യത്യാസം, ഘടനകളിലെ വ്യത്യാസമാണ് പറയുന്നത്. മാത്തമാറ്റിക്സിലാണ് ഞാൻ പറയാൻ പോകുന്നത്. മറ്റു സബ്ജക്റ്റുകളെ പോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ചേഞ്ചസുകളൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്രാവശ്യം മാത്തമാറ്റിക്സ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷത്തേക്ക് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ വർഷം കാണാൻ പറ്റുന്നതാണ്. അത് വെച്ചാൽ നിങ്ങൾക്ക് പഠനത്തിൽ മാർക്ക് കിട്ടുന്നതാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യ പേപ്പർ പാറ്റേൺ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടുകയും അത് നിങ്ങൾക്ക് ടഫ് ആവാനുള്ള സാധ്യതകൾ കാണുകയും ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം, അതായത് 2025 ഈ വർഷമാണ് കഴിഞ്ഞ വർഷത്തെ SSLC വിദ്യാർത്ഥികൾ എഴുതിയ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, മാത്സിലെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പ്രത്യേകതയിലേക്ക് വരാമെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ കാണുന്ന ചോദ്യപേപ്പറിൽ മൊത്തം 29 ചോദ്യങ്ങളുണ്ടാവുക. 29 ചോദ്യങ്ങൾ, ഇങ്ങനെ 5 ഷീറ്റുകൾ 6 ഷീറ്റുകളായിട്ട് 29 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. കണ്ടോ? അതിൽ 29ാമത്തെ ചോദ്യം ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിൽ നിന്നായിരിക്കും വരാറുള്ളത്. പൊതുവെ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്തുള്ള +1 ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് ചോദ്യത്തിൽ ഇതുവരെയും കാര്യമുള്ള പാറ്റേൺ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൻ്റെ 1ാമത്തെ ചോദ്യം മുതൽ 4ാമത്തെ വരെയുള്ള ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. എന്നാൽ 5ാമത്തെ മുതൽ 10ാമത്തെ വരെയുള്ളത് ഇത് ചിലപ്പോൾ 11 ആവാറുണ്ട്, ചിലപ്പോൾ 12 ആവാറുണ്ട്, ഡിപ്പെൻസ് ആണ്. അതിലേതെങ്കിലും 4 എണ്ണത്തിൽ എഴുതിയാൽ മതി. 5 മുതൽ 10 വരെ 6 ക്വസ്റ്റ്യനിൽ 4 എണ്ണം എഴുതിയാൽ മതി. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. പിന്നെ 10 മുതൽ 10ന് ശേഷം 11 മുതൽ 21 വരെയുള്ളതിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് എഴുതാം. ഓക്കെ, അപ്പോൾ അത്രയും ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ 2026 എത്തിയ സമയത്ത് ഈ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ മാറാൻ പോവാം. 2026 എന്താണ് സംഭവിക്കുന്നത്? ആ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ ഇറങ്ങിയ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ടേമിന് വന്നൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. സമയത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. 2.5 മണിക്കൂറും 80 മാർക്കും സെയിം തന്നെയാണ്. 10ാം ക്ലാസ് ആണ്. അതിൽ ഇൻസ്ട്രക്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അതും കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിൽ തന്നെയാണ്. മകളെ ഞാൻ വീണ്ടും പറയുകയാണ്, SSLC ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനൽ അവൈലബിൾ ആണ്. നിർബന്ധമായിട്ടും എടുത്ത് കാണുക. 26 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ 29 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒഴിവാക്കി അതിന് പകരം 26 ചോദ്യങ്ങൾ. ഇത് ഓരോന്നും ഓരോ സെഷൻ പ്രകാരമാണുള്ളത്. അപ്പോൾ 1 മുതൽ 4 വരെ എന്ന് പറയുന്ന ഒരു സെഷൻ, ആ രീതിയിലുള്ള ABCD എന്ന് പറഞ്ഞ സെഷൻസ് ആണ് നിങ്ങൾക്കുള്ളത്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ചോദ്യത്തിലും ഉത്തരം നിങ്ങൾ ചെയ്യണം. പക്ഷേ അതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും, A or B. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, അതാണ് അതിലത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അത് ചില കുട്ടികൾക്ക് നന്നായിരിക്കും, ചില കുട്ടികൾക്ക് അത് ടഫായിട്ട് മാറും. You can answer the questions in any order, writing the correct question number. ഏത് ഓർഡറിൽ നിങ്ങൾക്ക് ആദ്യം 29ാമത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ അത് എഴുതാം. പക്ഷേ കറക്റ്റ് ഓർഡറിൽ എഴുതിയാൽ മതി. ഏതെങ്കിലും വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ചോദ്യത്തിൻ്റെ പാറ്റേൺ നോക്കാം. ആദ്യം സെഷൻ A ആണ്. സെഷൻ Aയിൽ എത്ര ചോദ്യങ്ങളാണ് വരുന്നത് നോക്കിയേ. എല്ലാം 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 1, 2, 3, 4 ചോദ്യങ്ങളും പ്ലസ് 5 ചോദ്യങ്ങളാണ് സെഷൻ Aയിൽ വരുന്നത്. ഈ 5 ചോദ്യങ്ങളിൽ മാർക്കുകൾ ഡിപ്പെൻസ് ആണ് കേട്ടോ. ഡിപ്പെൻസ് ആണ്. ഓരോന്നിൻ്റെയും മാർക്ക് അവിടെ ഡിപ്പെൻഡ് ആണ്. 1 മാർക്ക്, അടുത്തൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതിൽ വരുന്നുണ്ട്. 5 മാർക്കാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. 5 മാർക്കിൻ്റെ ചോദ്യം വരെ സെഷൻ Aയിൽ വരുന്നുണ്ട്. അപ്പോൾ സെഷൻ Aയിൽ കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ 2 മാർക്കിൻ്റെ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വർഷം 1 മാർക്കിൻ്റെ ഉണ്ട്, 3 മാർക്കിൻ്റെ ഉണ്ട്, 5 മാർക്കിൻ്റെ ഉണ്ട്. സെഷൻ Bയിലേക്ക് വരുന്ന സമയത്തോ ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ A or B എന്ന് പറയുന്ന ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എല്ലാ ക്വസ്റ്റ്യനിലും ഇല്ല, ചില ക്വസ്റ്റ്യനിൽ മാത്രം. 3ാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ ഇതിന് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുക. ഈ 2ൽ ഏതെങ്കിലും ഒന്ന് അറിയെങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യനിൽ A or B കാണിക്കുന്നില്ല. അപ്പം ഏതെങ്കിലും ചില ചോദ്യങ്ങളിൽ A or B ഉണ്ടാവും. എല്ലാ ചോദ്യങ്ങളിലും പറയാൻ പറ്റില്ല. സെഷൻ Bയിലേക്ക് വരുന്ന സമയത്ത് ഇതേ പാറ്റേൺ തന്നെയാണ്. ആദ്യം 1 മാർക്കിൻ്റെത്, പിന്നെ 1 മാർക്കിൻ്റെത്, പിന്നെ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അത് അവിടെ ഓർ വരുന്നില്ലല്ലോ അല്ലേ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ആ ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ 4 മാർക്കിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ സെഷൻ Bയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും, കാരണം പല ചോദ്യങ്ങൾക്കും B പാർട്ടും കൂടി ഉണ്ടായതുകൊണ്ട്. പിന്നെ സെഷൻ Cയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണാം, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണാം, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണാം, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണാം, 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കാണാം. സെഷൻ Dയിലേക്ക് വരുന്ന സമയത്ത് ഇതേ പാറ്റേൺ തന്നെയാണ് കാണുന്നത്. 1, 1, 3, 3, 4, 5. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് എഴുതാനുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് A or B വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യണം, ഈ കാണുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ കാണുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല കിടിലനായിട്ടുള്ള നോളേജ് വേണം. കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറായിട്ട് കമ്പയർ ചെയ്യാൻ പോലും നമുക്ക് അത്ര ഈസി അല്ല. പല ചോദ്യങ്ങളും ടഫാണ്.
പക്ഷേ ഈ ടഫായുള്ള ചോദ്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഒരു എളുപ്പമായിട്ടുണ്ട്. സൈലത്തിൻ്റെ ക്ലാസ് കാണുക, എല്ലാ ടഫ് ലെവൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോവുക. മറ്റുള്ള കുട്ടികൾക്ക് ടഫ് ആണെങ്കിൽ പോലും സൈലം ക്ലാസ്സുകൾ കണ്ട കുട്ടികൾക്ക് എളുപ്പമായിരിക്കും, മറ്റുള്ള കുട്ടികൾക്ക് എളുപ്പമാവട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ കുട്ടികളും നമുക്ക് തുല്യരാണ്. സോ വേറൊന്നും പറയാനില്ല, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ SSLC ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലേക്കും അവർക്കൊക്കെ പേഴ്സണലായിട്ടൊക്കെ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ അവരോടൊക്കെ പഠിക്കാൻ പറയുക. സൈലത്തിലേക്ക് വരിക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. നമ്മൾ വിളിക്കും. ബൈ.